പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 119 സങ്കീർത്തനം, അതിൻ്റെ ചില വാക്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാൻ പോവുകയാണ്. കർത്താവിൻ്റെ നിയമം. അപമംഗലമായ മാർഗത്തിൽ ചരിക്കുന്നവർ, കർത്താവിൻ്റെ നിയമം അനുസരിക്കുന്നവർ ഭാഗ്യവാന്മാർ. അവർ തെറ്റ് ചെയ്യുന്നില്ല, അവർ അവിടുത്തെ മാർഗത്തിൽ ചരിക്കുന്നു. അങ്ങയുടെ പ്രമാണങ്ങൾ ശ്രദ്ധാപൂർവം പാലിക്കണമെന്ന് അങ്ങ് കൽപ്പിച്ചിരിക്കുന്നു. അങ്ങയുടെ പ്രമാണങ്ങൾ പാലിക്കുന്നതിൽ ഞാൻ സ്ഥിരതയുള്ളവളായിരുന്നെങ്കിൽ അങ്ങയുടെ കൽപ്പനകളിൽ ദൃഷ്ടി ഉറപ്പിച്ചിരിക്കുന്ന എനിക്ക് ലജ്ജിക്കേണ്ടി വരികയില്ല. അങ്ങയുടെ നീതിഷ്ഠമായ ശാസനകൾ പഠിക്കുമ്പോൾ ഞാൻ പരമാർത്ഥ ഹൃദയത്തോട് അങ്ങേ പുകഴ്ത്തും. അങ്ങയുടെ ചട്ടങ്ങൾ ഞാൻ അനുസരിക്കുക, എന്നെ പൂർണ്ണമായി പരിത്യജിക്കരുതേ. യുവാവ് തൻ്റെ മാർഗ്ഗം എങ്ങനെ നിർമ്മലമായി സൂക്ഷിക്കും? അങ്ങയുടെ വചനം അനുസരിച്ച് വ്യാപരിച്ചുകൊണ്ട് പൂർണ്ണ ഹൃദയത്തോട് ഞാൻ അങ്ങേ തേടുന്നു. അങ്ങയുടെ കൽപ്പന വിട്ടു നടക്കാൻ എനിക്കിടയാകാതിരിക്കട്ടെ. അങ്ങേക്കെതിരെ പാപം ചെയ്യാതിരിക്കേണ്ടതിന് ഞാൻ അങ്ങയുടെ വചനം ഹൃദയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു. കർത്താവിൻ്റെ വചനം. പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ വചനം ഹൃദയത്തിൽ സൂക്ഷിക്കണം. ഹല്ലേലൂയ. കർത്താവിൻ്റെ വചനത്തിൽ അപ്പുറമായി ലോകത്തൊന്നും തന്നെ നമുക്കില്ല. ദൈവവചനം മുറുകെ പിടിക്കുകയും ദൈവവചനത്തെ ആദരിക്കുകയും ചെയ്യുന്നവന് ദൈവം ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യും. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ വിചാരിക്കുന്നത് ഈ ലോകം മൊത്തം വെട്ടിപ്പിടിക്കാമെന്നുള്ള ദുരാഗ്രഹത്തിൽ ഓരോ വ്യക്തികളും മുന്നേറുന്നു. പക്ഷേ അതല്ല വേണ്ടത്. നമ്മൾ ചിന്തിക്കുന്ന ഒന്നുമല്ല ദൈവത്തിൻ്റെ പ്രവൃത്തി. നമുക്ക് എന്ത് വേണമെന്ന് നമ്മളുടെ സ്വർഗീയ അപ്പച്ചൻ നമുക്ക് വേണ്ടി കരുതിയിട്ടുണ്ട്. അത് നമുക്ക് എപ്പോഴായാലും തരും. ഇച്ചിരി വൈകിയാൽ പോലും കർത്താവ് നമ്മളെ മറക്കത്തില്ല. പ്രിയപ്പെട്ടവരെ, നമ്മളെപ്പോഴും ദൈവത്തോടൊപ്പം ആയിരിക്കണം. സ്തുതിയും സ്തോത്രവും ബഹുമാനവും അർപ്പിക്കണം. നമ്മുടെ ദൈവത്തിന് എപ്പോഴും നിരന്തരം സ്തുതിയും സ്തോത്രവും ബഹുമാനവും അർപ്പിക്കണം. അങ്ങനെ നമ്മൾ ദൈവത്തിൻ്റെ മക്കളായി മുന്നേറണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിച്ചറിയുമ്പോൾ, സത്യം പറഞ്ഞാൽ പ്രിയപ്പെട്ടവരെ, നമുക്ക് എന്തൊരു ആനന്ദമെന്നറിയാവോ? എത്ര വേദനകളും പ്രയാസങ്ങളും വരട്ടെ, അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി നമ്മുടെ കണ്ണുനീരിനെ ഒപ്പിക്കൊണ്ട് നമ്മളെ സന്തോഷത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു കരം കർത്താവിൻ്റെ കരം മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ലോകം മുഴുവനും ഉള്ളവർ നമ്മളെ സ്നേഹിച്ചെന്നിരിക്കട്ടെ, പക്ഷേ ആ സ്നേഹത്തിൻ്റെ അപ്പുറമാണ് പ്രിയപ്പെട്ടവരെ, അപ്പുറമാണ് നമ്മുടെ ദൈവത്തിൻ്റെ സ്നേഹം, നമ്മുടെ ദൈവത്തിൻ്റെ കരുതൽ, നമ്മുടെ ദൈവത്തിൻ്റെ കരുണ ഒക്കെ അത്രയും ഞാൻ അനുഭവിച്ചറിയുന്നത് കൊണ്ട് നിങ്ങളോട് പറയുവാണ്. ഞാൻ അനുഭവിച്ചറിയുന്ന സ്നേഹമാണ്. എൻ്റെ യേശുവിനെ അനുദിനം രുചിച്ചറിയുകയാണ്. ആ രുചിച്ചറിയുന്ന സ്നേഹമാണ് ഞാൻ നിങ്ങൾക്കായി പങ്കുവെക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ലോകം മുഴുവനുമുള്ള സർവ്വജനങ്ങളും കർത്താവിൻ്റെതാണ്. എന്നാൽ കർത്താവിനെ അന്വേഷിക്കുന്ന ഒരു പറ്റം ജനമുണ്ട്. കർത്താവ് എല്ലാവരെയും സൃഷ്ടിച്ചതാണ്, പക്ഷേ എന്നാൽ കർത്താവിനെ അന്വേഷിക്കുന്ന ഒരു പറ്റം ജനമുണ്ട്. അവരോട് കർത്താവിന് പ്രത്യേകം കരുണയാണ്. പ്രത്യേകമായി കർത്താവ് അവരെ തിരഞ്ഞെടുത്ത് വച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. അങ്ങനെ നമ്മൾ ആ തിരഞ്ഞെടുക്കപ്പെട്ട മക്കളുടെ കൂടെ നമുക്ക് ചേർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്താം. ദൈവത്തെ സ്തുതിക്കുന്നതിന് ആർക്കും ഒന്നും കൊടുക്കണ്ട. ഞങ്ങൾ മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്നു, ഒരു ചെലവുമില്ല. കാരണം അവനവൻ്റെ കരങ്ങളിൽ ഉള്ള സമ്പത്തെടുത്ത് ഓരോ ഭവനങ്ങളിലും പോയി പ്രാർത്ഥന നടത്തുന്നുണ്ട് എൻ്റെ ടീം. ഒരു പറ്റം ആൾക്കാരുണ്ട്, ഒരുപാട് പേരൊന്നുമല്ല, ഒരു 10 ആൾക്കാരോളം ഉണ്ട്. അവരൊക്കെ നല്ല ശക്തമായി മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്നുണ്ട്. അപ്പോൾ അതിന് യാതൊരു ചെലവുമില്ല. അതുകൊണ്ട് ദൈവത്തിന് വിളിക്കാനും ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിക്കാനും നമ്മളെല്ലാവരും ഒരുമ്പെടണം, ദൈവത്തോടൊപ്പം ചേർന്നിരിക്കണം. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരോടൊപ്പം ഇരിക്കട്ടെ. ഇപ്പോൾ ഈ സ്വല്പസമയം എനിക്ക് കിട്ടി, അതുകൊണ്ട് ഞാനിത് നിങ്ങൾക്കായി സമർപ്പിക്കുന്നു. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ കരം എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരുടെ കൂടെ ഇരിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ സഹോദരങ്ങൾ, ബന്ധുമിത്രാദികൾ, എൻ്റെ സ്നേഹിതർ, എന്നെ സ്നേഹിക്കുന്ന എല്ലാവരും, എൻ്റെ പ്രിയപ്പെട്ടവരെ എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം എൻ്റെ ഭർത്താവിനെ, മക്കളെ, മരുമക്കളെ, കുഞ്ഞുമക്കളെ എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പിതാവേ, അങ്ങയുടെ സ്നേഹവാത്സല്യം കൊണ്ട് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും
പുത്രനായ ദൈവത്തിൻ്റെ കരുണയും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം കൊണ്ട് എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരെയും നിറയ്ക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ.